തൊണ്ണൂറുകളിൽ കേരള ക്രിക്കറ്റിനെ ഹരം കൊള്ളിച്ച ചില പേരുകളുണ്ട്. നമുക്ക് മറക്കാൻ പറ്റാത്ത ചില പേരുകളുണ്ട്. സുനിൽ ഒയാസിസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങൾ വളരെ ആരാധനയോടെ നോക്കി നിന്ന ചിത്രങ്ങൾ, അദ്ദേഹത്തിന്റെ പേര് സുനിൽ ഒയാസിസ് വർഷങ്ങൾക്ക് ശേഷം കാണുകയാണ്. ഞാന് മുഹമ്മദ് അസറുദ്ദീൻ കോഴിക്കോട് RECയിൽ വന്നപ്പം സ്കൂള് കട്ട് ചെയ്ത് കാണാൻ വന്ന ആളാണ്. സുനിലിന്റെ കളി അന്ന് കണ്ടിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഒപ്പം കളിച്ച ആളുകൾ ശ്രീ KN അനന്തപത്മനാഭൻ ഫീൽഡിലെ അമ്പയർ ആയിട്ടുണ്ട്. അജയ് കുടുവ ഇതിന്റെ മൊത്തം കാര്യങ്ങളുമായിട്ട് അദ്ദേഹവും ഉണ്ട്. അപ്പൊ ഒപ്പം കളിച്ച ആളുകളെ കാണുക, അവർക്കൊപ്പം കൂടി ചെലവിടുക എന്നുള്ള ഒരു സമയം കൂടിയാണ് ഇപ്പോൾ. ഭയങ്കര സന്തോഷം. കാരണം അജയ് ഉണ്ട്, അനന്തൻ ഉണ്ട്, ശങ്കർ ഉണ്ട്, നാരായണൻകുട്ടി, അങ്ങനെ ശ്രീകുമാർ നായർ, അങ്ങനെ അവരൊക്കെ അവരുടെ ഓരോ ഫീൽഡിൽ അവരൊക്കെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടി മാച്ച് റെഫറി മോർ ദാൻ 100 എത്രയോ മാച്ചസ് കൂടുതൽ ചെയ്തു. അനന്തൻ ഇന്റർനാഷണൽ അമ്പയറാണ്. പിന്നെ ശ്രീകുമാറും അജയും ഇപ്പം മാച്ച് റെഫറി ആയിട്ട് പോകുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. നമ്മൾ ഈ കോച്ചിങ്ങിൻ്റെ ഇതായിട്ട് പോകുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ക്രിക്കറ്റ് ഫീൽഡിൽ തന്നെ തിരിച്ചും കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാനിത് കാണുന്നത്. 90s കിഡ്സ് മുഴുവൻ ഇപ്പൊ വീണ്ടും ഗ്രൗണ്ടിൽ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ട്. നല്ലൊരു മൂവ്മെന്റ് അത്. എങ്ങനെയുണ്ട് ഇത്തവണ? എന്താണ് തോന്നുന്നത്? ഇപ്പൊ കഴിഞ്ഞ തവണ നമുക്ക് വിഘ്നേഷ് പുത്തൂരും ആണ് IPL നമ്മൾ വരുന്നത്. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല. ഇപ്പൊ തൃശ്ശൂരിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് അഹമ്മദ് ഇമ്രാനെ അവരുടെ റഡാറിലാണെന്ന് നമ്മൾ അറിയുന്നു. ഒട്ടേറെ താരങ്ങളുണ്ട്. അപ്പൊ എങ്ങനെയാണ് താങ്കൾക്ക് തോന്നുന്നത്? ഒരുപാട് താരങ്ങൾ പിറവിയെടുക്കില്ലേ? ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ലാസ്റ്റ് ഇയർ ഒരു IPL കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു എല്ലാ ഫ്രാഞ്ചൈസീസും IPL ഫ്രാഞ്ചൈസീസും സീരിയസ് ആയിട്ട് സ്കൗട്ടിങ് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞാനും ഒരു സ്കൗട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് CSKക്ക് വേണ്ടിയിട്ട്. അപ്പം ഒരുവിധം ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇത് കഴിഞ്ഞാൽ സയ്യിദ് മുഷ്താഖ് അലി ഉണ്ട്. അപ്പം ഇപ്പോൾ സ്റ്റേറ്റുകളുടെ നമ്പേഴ്സ് കൂടി ഈ പ്രീമിയർ ലീഗ് നടത്തുന്നത്. അപ്പോൾ ഒരുവിധം എല്ലാ സ്ഥലത്തും എല്ലാ ഫ്രാഞ്ചൈസീൻ്റെ സ്കൗട്ടിങ്ങും വരുന്നുണ്ട്. അപ്പം പ്ലേയേഴ്സ് എത്രത്തോളം അവരുടെ പെർഫോമൻസ് കാണിക്കുന്നോ അത്രയും അവർക്ക് അവരുടെ ഓരോ ഫ്രാഞ്ചൈസീന്റെ ട്രയൽസിന് പോകാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. കോഴിക്കോടിനെയാണ് തോൽപ്പിച്ചത് ശ്രീ സുനിൽ ഒയാസിസ്. കോഴിക്കോടാണ് വെസ്റ്റിൽ അല്ലേ നമ്മളെ. അപ്പൊ കോഴിക്കോടിനെ തോൽപ്പിച്ചാണ് സെമിയിൽ ഒന്നുകൂടി ഒരു പട്ടികയുടെ മുകളിൽ കയറിയത്. പക്ഷെ മത്സരത്തിനപ്പുറത്തേക്ക് നമ്മളെ ഈ പുതുതലമുറയിലെ ക്രിക്കറ്റ് താരങ്ങൾ അവർക്ക് കിട്ടുന്ന അവസരങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി വനിതാ ലീഗ് വരാൻ പോകുന്നു. ഞങ്ങളുടെയൊക്കെ കാലത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നുണ്ടോ? ഇല്ല, റിഗ്രറ്റ്സ് ഒന്നുമില്ല. ഓരോ സ്റ്റേജുകളാണ്. ഞാനത് വേറെ ഒരു മീഡിയയിൽ ഇതേമാതിരി എനിക്കൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. ഓരോ സ്റ്റേജുകളാണ് ക്രിക്കറ്റിൻ്റെ. ഇപ്പം ഞങ്ങൾ കളിക്കുന്ന സമയത്ത് ഞങ്ങൾ സൗത്ത് സോണിലായിരുന്നു കൂടുതലും നമ്മൾ ഇന്റർ സ്റ്റേറ്റ് മാച്ചസ് കളിക്കുന്നത്. ഈ 5 സ്റ്റേറ്റുകൾ മാത്രമായിരുന്നു. ആ സമയത്ത് ടോപ്പ് ടീമായ കർണാടക, തമിഴ്നാട്, ഹൈദരാബാദ് ഇവരെയൊക്കെ തോൽപ്പിക്കുക എന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞ് വൺസ് ഒരു സ്റ്റേജ് കഴിയുമ്പോഴാണ് ഇന്ത്യൻ ടീമിലേക്കുള്ള പ്ലേയേഴ്സ് ശ്രീശാന്ത് വരുന്നു, പിന്നെ ടിനു വരുന്നു, പിന്നെ സഞ്ജു സാംസണും. ഇപ്പോൾ അത് കഴിഞ്ഞ് 2008 IPL സ്റ്റാർട്ടാവുന്നു. ഒരു T20ക്ക് കൂടുതൽ പ്രാധാന്യം വരുന്നു. ഇപ്പം ഞങ്ങൾ കളിക്കുന്ന സമയത്ത് ഞാൻ T20 ഇതുവരെ കളിച്ചിട്ടില്ല. അങ്ങനത്തെ ആ ഒരു സ്റ്റേജിലൊന്നും കളിച്ചിട്ടില്ല. ഇപ്പം എന്താന്ന് വെച്ചാൽ ഫിറ്റ്നസ്സിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. ജസ്റ്റ് വന്ന് നേരെ എല്ലാ ഫോർമാറ്റും വന്ന് നമുക്ക് കളിക്കാൻ പറ്റില്ല. കാരണം 3 ഫോർമാറ്റ് കളിക്കുക എന്ന് പറഞ്ഞാൽ ടഫാണ്. അപ്പോൾ ഫിറ്റ്നസ്സിന് ഇപ്പോഴത്തെ കറന്റ് ബഞ്ച് ഓഫ് പ്ലേയേഴ്സ് അതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതിന് പ്രാധാന്യം ശരിക്കും കൊടുക്കുന്ന ക്രിക്കറ്റേഴ്സ് അടുത്ത ലെവലിലേക്ക് മുന്നേറുന്നുണ്ട്. എന്തായാലും വളരെയധികം സന്തോഷം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പേര് ഇപ്പോഴും താങ്കളുടെ ഒരു ബാറ്റ് പിടിച്ചു നിൽക്കുന്ന ഒരു ചിത്രം നമ്മുടെ മനസ്സിലുണ്ട്. പണ്ടൊരു സെഞ്ചുറി നേടിയതിന് പിന്നാലെ തിരുവനന്തപുരത്ത് നിന്നാണെന്ന് തോന്നുന്നു. വെള്ളാനി കാർഷിക കോളേജിൽ ഹൈദരാബാദുമായിട്ടുള്ള മാച്ചിൽ ഒരു 100 ഉണ്ടായിരുന്നു വൺഡേ മാച്ചിൽ. അതൊന്നും നമ്മളെ സംബന്ധിച്ച് മറക്കാൻ പറ്റില്ല. താങ്ക് യു ശ്രീ സുനിൽ ഒയാസിസ്. ഷാനു ഞെട്ടിക്കുളത്തിനൊപ്പം മഹേഷ് പോലൂർ, മീഡിയ 1.